ഇന്ന് നമുക്ക് പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാം. ഇത് നമുക്കൊരു ഫുൾ കോഴി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുട്ടി കോഴി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയൊരു കോഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊന്ന് പുതിയൊരു ഐറ്റം പെരുന്നാളിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണിത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കോഴി നോക്കിയിട്ട് എടുക്കുക. അത് കട്ട് ചെയ്യണമൊന്നുമില്ല, ഫുൾ കോഴി തന്നെയാണ്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റിലൊരു ഷവായി ചിക്കൻ എന്ന് പറയും. അതേപോലെ നമുക്ക് വീട്ടിൽ ഈ മസാലയിൽ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റിൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം, പുറത്തേക്ക് പോവും വേണ്ട. ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലിത് ഉണ്ടാക്കി കഴിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മസാല കൂട്ടാം. ഈ മസാല കൂടാതെ വേറെ മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ മസാലയാണ് ഇത് നമുക്ക് പൊരിക്കാനുള്ളൊരു മസാലയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചും പച്ചമുളകും ചതച്ചത് അതും, ഒരു 3-4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളമല്ല ഒഴിക്കണത്, സുറുക്കയാണ്. സുറുക്ക ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മസാല ആക്കണം. നല്ലോണം ലൂസാക്കരുത്, ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കുക വേണ്ടുള്ളൂ. ആ ഇറച്ചിമ തന്നെ ഉണ്ടാവും അതിൻ്റെ നനവൊക്കെ. അപ്പോൾ നല്ലോണം ലൂസാക്കിയത് ഇപ്പോൾ പിടിക്കില്ല. ഇനി നമുക്ക് ആ ഇറച്ചി ഒന്ന് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു മൊനുള്ള കത്തി വെച്ചിട്ട് ഒന്ന് ഇതേപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങോട്ട് അടന്നു പോരും. അപ്പോൾ മൊനുള്ള കത്തിയാകുമ്പോൾ ഇതിങ്ങനെ കുത്തി കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും കുത്തി കൊടുക്കുക. അപ്പോൾ ഈ മസാല കയ്യിലേക്ക് പിടിച്ചോളും. ഈ മസാല ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് വെക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് ക്ഷമ വേണം, ക്ഷമയോട് കൂട്ടിത് ചെയ്യണം. പെട്ടെന്ന് നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മസാല ഇപ്പം ഇതിലേക്ക് ഉണ്ടാക്കിയ മസാല ഫുള്ള് ഇതിലേക്ക് തന്നെ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. കൂടുതലൊന്നുമില്ല, ഇതിലേക്ക് ഉള്ള മസാലയാണ് നമ്മൾ പറഞ്ഞിരിക്കണം. ചിക്കൻ വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മസാലപ്പൊടികൾ കൂട്ടിയെടുക്കുക. ഇതിപ്പോൾ നല്ലോണം ചെറുതാവുക കാരണമാണ് കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മസാല അങ്ങനെ ലൂസാക്കി എടുക്കുമ്പോൾ നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സുറുക്ക ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പൊന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും എത്തണം, ഒരു ഭാഗം ഒഴിവാക്കാതെ നമുക്ക് ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ഒഴിച്ചാൽ തന്നെ നമുക്കിതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട്. നമ്മൾ അടുപ്പത്താണ് ചെയ്യണത്, വിറകടുപ്പത്ത്. അപ്പോൾ എണ്ണ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തിക്കോളും. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കൊന്നും വേണ്ട, ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒന്ന് വേവുന്ന വരെ നമുക്കത് ചെറിയ തീയിലിട്ടിട്ട്, കൂടുതൽ തീ എത്തിച്ചാൽ കരിഞ്ഞു പോകും, മസാല ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. നല്ലോണം വെന്ത് കിട്ടുന്നവരെ നമുക്കിത് ഇതേപോലെ ചെറിയ തീയിൽ കത്തിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. പിന്നെ ചിലവർ കുക്കറിലടിക്കും. കുക്കറിലടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി കൂടുതലുണ്ടാവുക ചെയ്യുക. അതിനെക്കാട്ടും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അതിലേക്ക് വേറൊരു മസാലയും കൂടി ഉണ്ടാക്കണം. അതിലേക്ക് 1 പിടി ചെറുള്ളി, 1 പിടി വെളുത്തുള്ളി, ഒരു 10 വറ്റൽമുളക്, ഒരു 5-6 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അരഞ്ഞു പോവരുത് കേട്ടോ, തീരെ അരയരുത്. ഒന്ന് ഇതേപോലെ ഒന്ന് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അരഞ്ഞു പോയാൽ ഇതിന് വേറെ മസാലയുടെ രുചി ഉണ്ടാവുക. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ ഉണക്കമുളക് നമ്മൾ വേറെ പൊടിച്ചെടുക്കണം. 10 ഉണക്കമുളക് വേറെ പൊടിച്ചെടുക്കണം, അത് ഇതിലിടരുത്. ഇനി നമുക്ക് നല്ലൊരു ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്കത് ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കളറൊന്നും മാറണ്ട, പച്ചമണം ഒന്ന് പോയാൽ മതി, വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇതേപോലെ ആയാൽ നമുക്കിഞ്ഞ് ഉണക്കമുളക് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക. അതൊരു 3-4 ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് എരിവിനനുസരിച്ച് നല്ലൊരു, ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ലൊരു എരിവുള്ള മസാല ആയിട്ടുണ്ട്. അപ്പോൾ
ഉണക്കമുളക് ഇട്ടത് നമുക്കൊന്ന് മൂത്ത് വരണം. നല്ലൊരു മണം ഉണ്ടാവും ഇത് മൂത്ത് കഴിഞ്ഞാൽ. കളറൊക്കെ മാറി ഇതേപോലെ എണ്ണയൊക്കെ കളറ് മാറി ആ മസാല ഇതേപോലെ ആവും ഒന്ന് മൂത്ത് വന്നാൽ. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള് കളർ ഇട്ട് കൊടുക്കേണ്ടത്. വീഡിയോക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. അത് എന്തായാലും ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. അതിപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് ആ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മസാലക്കൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സാധനം കൂടി ഇതിൽ ഒഴിക്കേണ്ടത്. ഇത് ആരും ചെയ്യാത്തതാണ്. എന്തായാലും ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണിത്. ഒന്ന് ചെയ്ത് നോക്കി നോക്കി. നമുക്ക് അതിലേക്ക് വേണ്ടതാണ് ഒരു 3 ടീസ്പൂൺ പുളിവെള്ളം. പുളി ഒന്ന് കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം 3 ടീസ്പൂൺ നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പുളി ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു രുചിയാണിത്. ഞാൻ മസാലയിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, എന്നാലും നമുക്ക് മസാലയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഉപ്പുണ്ടോ നോക്കുക. പിന്നെ നമുക്ക് പൊരിച്ചെടുത്ത കോഴി. ആ പൊരിച്ചെടുത്ത കോഴി ഒന്ന് ചെറിയൊരു ചൂട് വേണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ മസാല തേച്ചാൽ പിടിക്കുകയുള്ളൂ. ചൂടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല തേച്ചാൽ പിടിക്കില്ല. അപ്പോൾ ആ ഗ്രേവിയോട് കൂടിയുള്ള മസാല ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് കുറച്ചൊരു സമയം വേണം, എന്നാലേ നമുക്ക് ഇതായി കിട്ടുള്ളൂ. പെട്ടെന്ന് ഇതാവില്ല. കുറച്ച് സമയത്തോട് കൂടിയിട്ട് നമ്മളിത് ചെയ്യാൻ നിൽക്കണം. എന്നാലേ നമുക്കിത് സമയമെടുത്ത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണിത്. നമുക്കിത് പുറത്തേക്കൊന്നും പോകാതെ തന്നെ എല്ലാവരും വീട്ടിലുള്ളുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റിയൊരു ചിക്കനാണിത്. നമുക്കതിലേക്ക് പൊറാട്ട, പത്തിരിയോ പുട്ടോ നമുക്ക് എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാം. അപ്പോൾ നമുക്കത് എല്ലാ ഭാഗത്തൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് മല്ലി ഇല അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മസാലയിലെ മല്ലിയില ഇട്ടാലും മതി കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആ മസാല ഒക്കെ ഒന്ന് ചൂടായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് കഴിക്കാൻ. ഇപ്പം നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ചെറിയ കോഴിനൊക്കെ വാങ്ങിയിട്ട് മഴക്കാലമൊക്കെ അല്ലേ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. എല്ലാവരും വീട്ടിലുണ്ടാവും. ലീവൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ചിക്കനാണിത്. ചിക്കൻ വാങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ കട്ട് ചെയ്യാതെ വാങ്ങിക്കോളേ. എന്തായാലും ഇപ്പോൾ ചിക്കൻ വാങ്ങുമല്ലോ. ചിക്കൻ വാങ്ങുമ്പോൾ എന്തായാലും കട്ട് ചെയ്യാതെ വാങ്ങുക. അങ്ങോട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ മസാല ഉണ്ടാക്കി ചെയ്യണം കേട്ടോ. ഈ മസാലയാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിത് പുളി ഒഴിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇത് പുളി ഇറച്ചിയിലെന്നൊക്കെ ഒന്നും വിചാരിക്കണ്ട. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും.